Hi guys, welcome back to Your Dreams. നിങ്ങളെ സ്വന്തം വിശ്വലായുധൻ. ഇന്ന് ന്യൂസിലാൻഡ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. വിച്ച് കോഴ്സ് ഈസ് ബേസ്ഡ് ഇൻ ന്യൂസിലാൻഡ് ടു ഗെറ്റ് PR. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ടോപ്പിക്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകളാണ്, അതേപോലെ തന്നെ ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണ്, അതേപോലെ ഫീസ് സ്ട്രക്ചർ എന്താണ്, ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കാം. അതേപോലെ തന്നെ ന്യൂസിലാൻഡ് കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഴ്സ് ഫീസ് നോക്കാം. ന്യൂസിലാൻഡ് ഡോളറാണ്, 21,555 ആണ്. ഇന്ത്യൻ മണി ഏകദേശം 10,34,640 ആണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് ന്യൂസിലാൻഡ് ഡോളേഴ്സിൽ കാണിക്കണം. നമുക്ക് UK-ലേക്കാണെങ്കിലും ഓസ്ട്രേലിയക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും ലിവിങ് എക്സ്പെൻസ് കമ്പൾസറി ആണ്. അപ്പോൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ന്യൂസിലാൻഡ് ഡോളർ ഏകദേശം ഒരു $15,000 ആണ്. ഇന്ത്യൻ മണി 7,20,000 ആണ് ഇന്ത്യൻ മണി വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എയർ ടിക്കറ്റ്, ഇൻ കേസ് നമുക്ക് അവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടി നമുക്ക് പോകണമെങ്കിൽ ടോട്ടൽ എല്ലാം കൂടി ചിലവ് വരും എങ്ങനെയാണ് അതും കൂടി നമുക്ക് ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ എയർ ടിക്കറ്റ് കൂടി ഏകദേശം $1,300 ആണ്. ഏകദേശം 62,400 ആണ് നമുക്ക് എയർ ടിക്കറ്റ് വരുന്നത്. ടോട്ടൽ നമുക്കൊരു 37,855 ആണ് ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഈ കോഴ്സ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മണി ടോട്ടൽ എത്രയാണ് നോക്കാം. 18,17,040 ആണ് നമുക്ക് ഒരു ഫുൾ എക്സ്പെൻസ് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 2 year ആണ് ഡ്യൂറേഷൻ. ഇൻടേക്കുകൾ ജാൻ, ഏപ്രിൽ, ജൂൺ ആണ് ഇൻടേക്കുകൾ വരുന്നത്. അതേപോലെ ഇതൊരു അടിപൊളി കോഴ്സാണ്. ന്യൂസിലാൻഡിൽ PR എടുത്ത് സെറ്റിലാവാൻ പറ്റുന്ന ഒരു കോഴ്സ്. നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാച്ചിലർ ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ, പിന്നെ IELTS 6 വിത്ത് ഇൻഡിവിജ്വൽ 5.5 ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയല്ല ഈ കോഴ്സിനായിട്ട് നമുക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാൻ കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് സർവീസ് മാനേജ്മെൻ്റ് ആണ്. ലെവൽ 7 ആണ് ഈ കോഴ്സിൻ്റെ വരുന്നത്. ഒരു അടിപൊളി കോഴ്സാണ്. 1 year ഡ്യൂറേഷനുള്ള കോഴ്സാണ്. ഇവിടുന്ന് നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ, അത് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഏതെങ്കിലുമൊക്കെ മീൻസ് ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നേഴ്സിംഗ് ആണെങ്കിലും എന്തെല്ലാം ആണെങ്കിലും നമുക്ക് ഇത് അവിടെ 1 year കോഴ്സായിട്ട് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് വരുന്ന ഇൻടേക്കുകൾ സെപ്റ്റംബർ, നവംബർ, ഡിസംബർ ഈ 3 ഇൻടേക്കുകളാണ് അവിടെ വരുന്നത്. IELTS ഓവറോൾ 6 വേണം, ഇൻഡിവിജ്വൽ 5.5 ആണ്. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കാമെങ്കിൽ നമുക്കൊരു 19,850 ആണ് ന്യൂസിലാൻഡ് ഡോളേഴ്സ്. അതേപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് എല്ലാ കോഴ്സിനും സെയിം ആണ്, 50,000 ന്യൂസിലാൻഡ് ഡോളറാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആസ് യൂഷ്വൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. എങ്കിൽ ടോട്ടൽ നമുക്കൊരു ന്യൂസിലാൻഡ് ഡോളേഴ്സ് എത്ര 36,150 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇന്ത്യൻ മണി ഒരു 17,35,200 ആണ് ഇന്ത്യൻ മണി വരുന്നത് ഈ കോഴ്സ് 1 yearലേക്ക് എടുത്തിട്ട്. നമുക്കറിയാമല്ലോ അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നാട്ടിലൊക്കെ ഒരു സ്ഥലമൊക്കെ മേടിച്ചിടുന്ന അതേ അവസ്ഥയാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ. ഇന്ന് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നാളെ അത് 2 മടങ്ങായിട്ട് അത് തിരിച്ച് റിട്ടേൺ കിട്ടും. അപ്പോൾ ഈ കോഴ്സ് ഫീസൊന്നും അതിൻ്റെ മുമ്പിൽ അപ്പോൾ വലുതായിട്ടൊന്നും അല്ല. പിന്നെ ഈ കോഴ്സ് PR കിട്ടാൻ ഉതകുന്ന ഒരു കോഴ്സാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഇവിടെ കഴിഞ്ഞവർ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ കോഴ്സ് ന്യൂസിലാൻഡിൽ 2 year കോഴ്സ് തന്നെയാണ്. ഇതും 2 year കോഴ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ IELTS ക്രൈറ്റീരിയ സെയിം ആണ്, 6 ആണ് ഓവറോൾ, ഇൻഡിവിജ്വൽ 5.5ഉം 2 year കോഴ്സാണ്. ഇന്ത്യക്ക് വരുന്നത് ഫെബ്രുവരി, മെയ്, ജൂലൈ ഈ 3 ഇൻടേക്കുകളാണ് വരുന്നത്. നമുക്ക് ഒരു കോഴ്സ് ഫീസ് വരുന്നത് ജസ്റ്റ് ഒരു 10,34,640 ആണ് ഇന്ത്യൻ മണി വരുന്നത്. ന്യൂസിലാൻഡ് ഡോളേഴ്സ് 21,555 ആണ് ന്യൂസിലാൻഡ് ഡോളർ വരുന്നത്. പിന്നെ ലിവിങ് എക്സ്പെൻസ് ആസ് യൂഷ്വൽ ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്യാം. ഇത് PR
കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി കോഴ്സാണ്. ഗൈസ്, നാലാമത്തെ കോഴ്സ് നോക്കാം. ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി സർവേയിങ്. ഒരു അടിപൊളി കോഴ്സാണ്. ലെവൽ 6 കോഴ്സാണ്. ഇത് 2 ഇയർ കോഴ്സാണ്. 2 ഇൻടേക്സ് ആണ്. ഫെബ്രുവരി ഒറ്റ ഇൻടേക്കേ ഉള്ളൂ. ഫെബ്രുവരി 2021 ഈ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷമില്ല, നെക്സ്റ്റ് ഇയറേ ഉള്ളൂ ഈ കോഴ്സ്. അതേപോലെ തന്നെ ഫീസ് വരുന്നത് $22 $22,360 ആണ് ന്യൂസിലൻഡ് ഡോളർ വരുന്നത്. ഏകദേശം 10,73,280 ആണ്. ടോട്ടൽ എമൗണ്ട് ഏകദേശം ഒരു 18,55,680 രൂപയാണ് ഇന്ത്യൻ മണി ഇതിനകത്ത് ചിലവ് വരുന്നത്. ഞാൻ വീഡിയോയിലെ സൈഡിൽ ഞാൻ ഇതിൻ്റെ ബ്രൗഷർ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ന്യൂസിലൻഡിൽ PR കിട്ടാൻ ഉതകുന്ന കോഴ്സുകളാണ്. ഓക്കെ, ഈ കോഴ്സുകൾ മാത്രമല്ല, ഏകദേശം ഒരു 80ഓളം കോഴ്സുകൾ ന്യൂസിലൻഡിൽ PR കിട്ടാൻ ഉതകുന്ന കോഴ്സുണ്ട്. ഞാൻ ഇന്നിവിടെ കുറച്ച് കോഴ്സുകളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതേപോലത്തെ ന്യൂസിലൻഡ് സീരീസിൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 5ാമത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ കൺസ്ട്രക്ഷൻ ആണ്. ഇതും 2 ഇയർ കോഴ്സാണ്. ലെവൽ 6 ആണ് ഈ കോഴ്സ്. ഒറ്റ ഇൻടേക്കേ ഉള്ളൂ, ഈ 2020 ഡിസംബർ ഇൻടേക്ക്. അതിനുശേഷം ഈ കോഴ്സ് പിന്നെ ഉണ്ടാകുന്നത് 2021 IELTS ആസ് യൂഷ്വൽ ആണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എൻട്രി ക്രൈറ്റീരിയ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. IELTS 6ഉം ഇൻഡിവിജ്വൽ 5.5 ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. കോഴ്സ് ഫീ ഇന്ത്യൻ മണി വരുന്നത് 10,32,000 റുപ്പീസാണ് ഇന്ത്യൻ മണി വരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു അടിപൊളി കോഴ്സാണ്. അപ്പോൾ 6ാമത്തെ കോഴ്സ് നോക്കാം നമുക്ക്. മാസ്റ്റർ ഓഫ് അപ്ലൈഡ് ഇൻഫർമേഷൻ ടെക്നോളജി ലെവൽ 9 കോഴ്സാണ്. മാസ്റ്റർ കോഴ്സാണ്. ഒരു അടിപൊളി കോഴ്സാണ്. 1.5 ഇയേഴ്സിൻ്റെ കോഴ്സാണിത്. അതേപോലെ തന്നെ ഫെബ്രുവരി ജൂലൈ 2 ഇൻടേക്കാണ് ഉള്ളത്. 2020 ഇനി ജൂലൈ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. അതേപോലത്തെ നമുക്ക് ബാച്ചിലർ റിലവൻറ്റ് ഫീൽഡിലുണ്ടെങ്കിൽ നമുക്ക് അത് ഏതെങ്കിലും ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ MSc ഏതെങ്കിലുമൊക്കെ ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് 10,73,280 ആണ് ഇന്ത്യൻ മണി വരുന്നത്. ടോട്ടൽ നമുക്ക് എല്ലാം കൂടി ചിലവ് വരുന്നത് 18,55,680 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് നമുക്ക് അവിടെ എത്തിപ്പെടാനും ഈ കോഴ്സ് പഠിച്ചെടുക്കാനും നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്മുടെ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ കുക്കറി, അതായത് 7ാമത്തെ കോഴ്സ് ഡിപ്ലോമ ഇൻ കുക്കറി. ഇത് ലെവൽ 4ഉം ലെവൽ 5 ആണ്. ഇവിടുത്തെ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ്. PR ഓപ്ഷനുള്ള അടിപൊളി കോഴ്സാണിത്. 2 ഇയർ കോഴ്സാണ്. ജൂണും ഓഗസ്റ്റും ഒക്ടോബറിലാണ് ഈ കോഴ്സിന് ഉള്ളത്. അതേപോലെ തന്നെ ഇതിന് എൻട്രി IELTS 5.5 മതി, ഇൻഡിവിജ്വൽ 5ഉം. IELTS 5.5ഉം ഇൻഡിവിജ്വലും 5 ഉണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അതുപോലെ കോഴ്സ് ഫീസ് 9 lakhs ഫസ്റ്റ് ഇയറിൽ 9,88,800 ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ 6,67,200. അപ്പോൾ ഇതിൻ്റെ 2 വർഷത്തും കൂടി 15,000 പൗണ്ട് 2 വർഷത്തെ ലിവിങ് എക്സ്പെൻസ് ഇതിനകത്ത് കാണിക്കണം. ടോട്ടൽ എമൗണ്ട് 31,58,400 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഒരു അടിപൊളി കോഴ്സ്, PR ഓപ്ഷനുള്ള ഒരു അടിപൊളി കോഴ്സാണിത്. ഇനി അടുത്ത കോഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, മാസ്റ്റർ ഓഫ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ കോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫീൽഡുകാർക്ക് ന്യൂസിലൻഡിൽ PR ഓപ്ഷനും വർക്ക് പെർമിറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആ കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ലെവൽ 9 മാസ്റ്റർ ഓഫ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ കോഴ്സാണ്. ഈ കോഴ്സ് ജൂലൈ 2020 അവസാനിക്കുന്നത്. 2 ഇയർ കോഴ്സാണ്. അതുപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ കഴിഞ്ഞവർക്ക് ഈ കോഴ്സ് ചെയ്യാം. IELTS 6.5 വേണം, ഇൻഡിവിജ്വൽ 6 വേണം. ഓക്കെ, അങ്ങനെയുണ്ട് ഈ കോഴ്സ് ചെയ്യാം. ഇതിൽ ടോട്ടൽ എമൗണ്ട് ഇന്ത്യൻ മണി ഈ കോഴ്സ് ചെയ്ത് നമുക്ക് എല്ലാ ടിക്കറ്റും അതേപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും ഫീസെല്ലാം കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20,30,400 റുപ്പീസാണ് ഈ കോഴ്സിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി കോഴ്സാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കോഴ്സിലേക്ക് കടക്കാം. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി സിവിൽ. ഓക്കെ, അതൊരു കോഴ്സാണ്. ലെവൽ 7 1 ഇയർ കോഴ്സാണ്. ഫെബ്രുവരിയും ജൂലൈയിലുമാണ് ഈ കോഴ്സ് ഉള്ളത്. അതേപോലെ തന്നെ ബാച്ചിലർ ഇൻ റിലവൻറ്റ് ഫീൽഡിലുണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ IELTS 6ഉം ഇൻഡിവിജ്വൽ 5.5 ഉണ്ടെങ്കിൽ കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഫീസ് നമുക്ക് ടോട്ടൽ എല്ലാ ചിലവും കൂടി ഫീസ് വരുന്നത് 18,55,680 ഇന്ത്യൻ മണിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ PR ഓപ്ഷനുള്ള കോഴ്സാണ്. പൈസ വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും കാണാതെ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിളായി തിരിച്ചു കിട്ടുന്ന ഒരു അടിപൊളി കോഴ്സാണിത്.
അതേപോലെ ഇനി അടുത്ത ഒരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ നെറ്റ്വർക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അഡ്വാൻസ്ഡ് ലെവൽ 7 കോഴ്സാണ്. 2 ഇയർ കോഴ്സാണ്. ജനുവരി ഏപ്രിൽ ജൂൺ ഇൻടേക്കാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ബാച്ചിലർ ഇൻ റിലവൻറ്റ് ഫീൽഡ് കമ്പൾസറി ആണ്. അതേപോലെ IELTS 6.6 ആണ്. ഇൻഡിവിജ്വൽ 5.5. കോഴ്സ് ഫീസ് വരുന്നത് 16,88,400 റുപ്പീസാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്, ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം സൈഡിൽ എൻ്റെ വീഡിയോയുടെ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ ഇനി അടുത്ത കോഴ്സ് വരുന്നത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇൻഫെക്ഷൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഇതും ഒരു ഹെൽത്ത് കെയർ ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണം. 1 ഇയർ കോഴ്സാണ്. ജൂണിലാണ് ഇതിൻ്റെ ഇൻടേക്ക് വരുന്നത്. ഫീസ് നമുക്ക് എല്ലാ ചിലവും കൂടിയിട്ട് ഫീസ് വരുന്നത്, ഫീസ് ജസ്റ്റ് 9,57,600 ആണ് വരുന്നുള്ളൂ. എല്ലാം കൂടി ചിലവും കൂടി നമുക്ക് വരുന്നത് 17,40,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് ന്യൂസിലാൻഡിൽ പോയി ചെയ്യാം, അവിടെ സെറ്റിൽ ആവാം. പിന്നെ അടുത്ത കോഴ്സ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ്. അതും ഒരു അടിപൊളി കോഴ്സാണ്. 1 ഇയർ കോഴ്സാണ്. ജൂണും നവംബറിലാണ് അതിൻ്റെ ഇൻടേക്കുകൾ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എല്ലാം കൂടി ചേർത്തിട്ടൊരു 17,40,000 റുപ്പീസാണ് വരുന്നത്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നത് വേറെ ഒന്നല്ല, അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മഴയ്ക്കും ഒരു ഇടിപൊട്ടലിനൊക്കെ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് സ്പീഡപ്പ് ആക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരാം. ഗ്രൂപ്പിൽ ഇതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇന്ന് കുറച്ച് കോഴ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അന്തരീക്ഷം വളരെ അധികം മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് കോഴ്സുകൾ കുറച്ചേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.